എല്ലാവർക്കും നമസ്കാരം. സെക്ഷൻ സിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കതിൽ തരുന്നത്. അതിൽ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 4 മാർക്കാണുള്ളത്. അപ്പോൾ എയും ബിയും കഴിഞ്ഞ് സിയിലേക്ക് വരുമ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ 5 ചോദ്യമാണ് എഴുതേണ്ടത്. അപ്പോൾ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അതിൽ ഒരു പുറം മൊത്തം, ഒരു പേജിന് 2 പുറം ഉണ്ടായിരിക്കും, അതിൽ ഒരു പുറം മൊത്തം എഴുതണം. അതാണ് 4 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ മിനിമം ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. ഒരു പുറം മൊത്തം എഴുതണം, അപ്പുറത്തെ പുറം കൂടെ എഴുതാൻ പറ്റുമെങ്കിൽ അതും കൂടെ എഴുതുക. 2 പുറം എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. ഒരു പുറം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. മാക്സിമം 2 പുറമാണ് എഴുതേണ്ടുള്ളൂ. 2 പുറത്തിൽ കൂടുതൽ എഴുതേണ്ട കാര്യമൊന്നും 4 മാർക്കിൻ്റെ ചോദ്യത്തിന് ഇല്ലതാണ്. ഓക്കെ, അപ്പം അത് ഓർക്കുക. ഇനി അതിലിനി ഓരോ ചോദ്യത്തിനും 4 മാർക്കാണ്. 5 ചോദ്യം എന്ന് പറഞ്ഞില്ലേ. നമുക്ക് അതിൽ ഓരോ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചോദ്യമായിരുന്നു, ഒന്നാമത്തെ ചോദ്യം, സോളാർ കൾട്ട് ഇൻ ആൻഷ്യന്റ് ഈജിപ്ത്. 31ാമത്തെ ചോദ്യമാണ്. മൊത്തം സെക്ഷനിൽ വെച്ച് നോക്കുമ്പോൾ 31ാമത്തെ ചോദ്യമാണ് ഇത് വരുന്നത്. സോളാർ കൾട്ട് ഇൻ ആൻഷ്യന്റ് ഈജിപ്ത്. ആൻഷ്യന്റ് ഈജിപ്തിലെ സോളാർ കൾട്ട് എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തായിരുന്നു സോളാർ കൾട്ട് ആൻഷ്യന്റ് ഈജിപ്തിലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയായിരുന്നു സോളാർ കൾട്ട്? പ്രധാനമായിട്ടുമുള്ള അവിടുത്തെ സൺ ഗോഡായിരുന്നു. സൺ ഗോഡിനെ ആരാധിക്കുന്നതിനെയാണ് സോളാർ കൾട്ട് എന്ന് പറയുന്നത്. RA അല്ലെങ്കിൽ RE എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സൺ ഗോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സുപ്രീം ഭൂമിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിട്ടാണ് ഈ എന്ന് പറഞ്ഞ സൺ ഗോഡിനെ അവർ ആരാധിക്കുന്നത്. 14th century BCE മുതൽക്ക് തന്നെ ഇവർ ഈ ഒരു ആരാധന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈജിപ്തിലാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ സൺ ഗോഡിൽ തന്നെ എന്ന് പറയുന്നതാണ് ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഡയറ്റ്, ഏറ്റവും ഉയർന്ന മൂർത്തി എന്ന് പറയുന്നത് ആണ്. അതിന് ഈ സൺ ഗോഡ് തന്നെ പല രീതിയിലുണ്ട്. കെപ്പർ എന്നറിയപ്പെടുന്ന ഒരു സൺ ഗോഡ് ഉണ്ട്. അത് യങ് ഗോഡായിട്ടാണ്, ഏറ്റവും യങ് ആയിട്ടുള്ള ദൈവമാണ് കെപ്പർ. അത് ഉച്ചയ്ക്കുള്ള സൂര്യനെയാണ് പറയുന്നത്. ദെൻ ഒരു ഫുൾ മൂൺ ആയിട്ട് വരുമ്പോൾ, ഒരു മുഴുവനായിട്ട് സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത്, ഫുൾ ഗ്രോൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ സെനിത്ത് എന്നാണ് പറയുക. ഈവനിങ് സമയത്ത് ഇതിനെ ആറ്റം, ATUM ആറ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറൊന്നാണ് എക്കനാറ്റൻ, AKHENATON. എക്കനാറ്റൻ എന്ന് പറയുന്നത് ഒരു റൂളിംഗ് ടൈമിൽ, എക്കനാറ്റൻ എന്ന് പറയുന്ന ഒരു ആളുടെ റൂളിംഗ് ടൈമിൽ, എക്കനാറ്റൻ്റെ റൂളിംഗ് ടൈമിൽ ഈ സൂര്യദേവനെ പ്രധാനപ്പെട്ട കേന്ദ്രമാക്കിക്കൊണ്ട് ആരാധിച്ചിരുന്നു. എക്കനാറ്റൻ്റെ റൂളിംഗ് ടൈമിൽ ആ സമയത്ത് സൂര്യനെ ആറ്റൻ എന്നാണ് വിളിച്ചിരുന്നത്. ATON. എക്കനാറ്റൻ്റെ റൂളിംഗ് ടൈമിൽ സൂര്യനെ ആറ്റൻ എന്നാണ് വിളിച്ചിരുന്നത്. അതൊരു ആരാധനാ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എന്ന് പറയുന്ന സൂര്യനെ ദ കിങ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഓൾ ഗോഡ്സ്, എല്ലാ ദൈവങ്ങളുടെയും രാജാവ് അല്ലെങ്കിൽ പിതാവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഈ എന്ന് പറയുന്ന ദൈവം ആർട്ടിൽ, പെയിൻറ്റിങ്സിൽ, സ്കൾപ്ചേഴ്സിൽ അങ്ങനെ തുടങ്ങി അവരുടെ എല്ലാവിധ ആർട്ട് വർക്കിലും ആരുണ്ടായിരുന്നു? എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സോളാർ കൾട്ടിൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയ കാര്യം, സോളാർ കൾട്ട് ഇൻ ഈജിപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഷ്യന്റ് ഈജിപ്ത്. ഞാൻ ഈ ഒരു ചോദ്യത്തിനും ഉത്തരം മുഴുവനായിട്ട് നിങ്ങളെന്നെ പറയുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പറയുന്നു. ഇതിനെ ഒരു 2 പേജിലേക്ക് വേണ്ടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പുറമെങ്കിലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ വികസിപ്പിച്ചെടുക്കുക. മൊത്തം ക്ലാസ് ഇനി രണ്ടാമത് എടുക്കുന്നില്ല. ഓക്കെ, മെയിൻ പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹൈറോഗ്ലിഫിക് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലാണ് ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റിനെയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്.
ഇതിന് 4 ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റുകളുണ്ട്. ഹൈറോഗ്ലിഫ്സ്, ഹൈറാറ്റിക്, ഡെമോട്ടിക് ആൻഡ് കോപ്റ്റിക്, അങ്ങനെയാണ് 4 ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റ്സുകളുണ്ട്. ഹൈറോഗ്ലിഫ്സ് എന്ന് പറഞ്ഞാൽ ഹൈറോസ് എന്നും ഗ്ലിഫ്സ് എന്നും പറയുന്ന 2 വേർഡുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഹൈറോഗ്ലിഫ്സ് വന്നത്. സേക്രഡ് ഇൻസ്ക്രിപ്ഷൻ എന്നാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഈ ഹൈറോഗ്ലിഫിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ വേർഡിനെയും അവർ സൂചിപ്പിച്ചിരുന്നതാണ്. ക്യാരക്ടേഴ്സ് ഇൻ പിക്ചർ ഫോം ആയിരുന്നു, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൽഫബറ്റ്സും ഒക്കെ സിമ്പിൾ രൂപത്തിലാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ റൈറ്റിങ്സ് അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന റൈറ്റിങ്സ് 1st സെഞ്ച്വറി BC-യിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഡയോഡോറസ് സിസിലസിൻ്റെ ഭരണകാലത്താണ് ഈ ഒരു സ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് ഹൈറോഗ്ലിഫിക്സിൻ്റെ ഒരു മെയിൻ കാര്യങ്ങൾ. ദെൻ സയൻസ് ആണെന്ന് പറഞ്ഞു. സയൻസ് എന്ന് വെച്ചാൽ SIGNS, സയൻസ്, ചിഹ്നങ്ങൾ, അതാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഈ ആൽഫബറ്റ്സിനെ തന്നെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ലോഗോഗ്രാം, ഹോണോഗ്രാം, ഹൈറോഗ്ലിഫ്സ്, അങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് ഈ ലെറ്റേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. ലോഗോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ സൈന് സിംഗിൾ വേർഡിനെ ഡിനോട്ട് ചെയ്യുന്നു. ഹോണോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ലോഗോഗ്രാമിൻ്റെ ഡെറിവേഷനാണ് ഹോണോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ഹൈറോഗ്ലിഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേർഡിന് മീനിങ് ടു വേർഡ് ഡിവിഷൻ, ഓരോ വേർഡ്സിന് ഓരോ മീനിങ് നൽകുന്നുണ്ട്, അതാണ് ഹൈറോഗ്ലിഫിക്സ്. ഇങ്ങനെയാണ് ഹൈറോഗ്ലിഫിക്സിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ മുതൽക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും അല്ലാതെ സെക്ഷൻ സി മുതൽക്ക് ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ചോദ്യം തന്നെ ഒരു ഒറ്റ ചോദ്യമായിരിക്കും, ചിലപ്പോൾ ഡിഫൈൻ അല്ലെങ്കിൽ ക്രിട്ടിക്കലി എക്സാമിൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും നമ്മളൊരു ഹെഡിങ് കൊടുത്ത് എഴുതാൻ, ഇനി വരുന്ന സെക്ഷൻ സിക്കും സെക്ഷൻ ഡിക്കും ഒരു ഹെഡിങ് കൊടുത്ത് എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതൊരു നല്ല കാര്യമായിട്ടായിരിക്കും. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഹെഡിങ് മതി. സെക്ഷൻ സിക്ക് ഒരു സൈഡ് ഹെഡിങ് മതി. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു, ഇപ്പോൾ 31st ക്വസ്റ്റ്യൻ 31 എന്ന നമ്പർ ഇടുന്നു, അതിനുശേഷം എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഹെഡിങ്, അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ എടുത്താൽ മതി. ഇപ്പോൾ സോളാർ കൾട്ട് ഇൻ ആൻഷ്യൻ്റ് ഈജിപ്ത് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ സോളാർ കൾട്ട് ഇൻ ആൻഷ്യൻ്റ് ഈജിപ്തിന് സൈഡ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അടിയിൽ പാരഗ്രാഫായിട്ട് എഴുതി തുടങ്ങുക. അതൊരു നല്ല കാര്യമായിരിക്കും എപ്പോഴും. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷൻ സി മുതൽക്ക് ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ മെയിൻ പോയിന്റ്സിൻ്റെ അടിയിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ സോളാർ കൾട്ട് ഇൻ ആൻഷ്യൻ്റ് ഈജിപ്തിൽ പറഞ്ഞപ്പോൾ റാ എന്നാണ് അവിടുത്തെ സുപ്രീം ഗോഡ്, സൺ ഗോഡ് ആയിട്ടുള്ള, അപ്പോൾ റാൻ്റെ അടിയിലൊന്ന് വരയ്ക്കുക. പിന്നെ മറ്റെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ സോഴ്സ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രധാന പോയിന്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ മൊത്തം വരച്ചിടാനല്ല പറയുന്നത്, ഓരോ വേർഡിൻ്റെ അടിയിലും പോയി വരയ്ക്കില്ല, ഒന്ന് ഹൈലൈറ്റ് ചെയ്യിക്കുക. ചില കാര്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യിക്കുന്നത് എപ്പോഴും ഗുണകരമായിരിക്കും. സമയമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അത് എഴുതുമ്പോൾ അപ്പം തന്നെ വരച്ചു പോകുക വെച്ചാൽ പെട്ടെന്ന് കഴിയുമായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് പറയാൻ വിട്ടുപോയ 2 പോയിന്റ്സാണ്, അത് രണ്ടും ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ അല്ല 33ാമത്തെ ക്വസ്റ്റ്യൻ, ഈ സെക്ഷനിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ, 33ാമത്തെ ക്വസ്റ്റ്യൻ ഷാൽഡിയൻസ്. ആരാണ് ഷാൽഡിയൻസ് ഉള്ളതിനെ കുറിച്ച്. അപ്പോൾ ഷാൽഡിയൻസ് ഒരു സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് അതൊരു നിയോ ബാബിലോണിയൻ ഫേസ് ആണ്. സെമറ്റിക് സ്പീക്കിംഗ് പീപ്പിളിനെയാണ് ഷാൽഡിയൻസ് എന്ന് പറയുന്നത്. സെമറ്റിക് പീപ്പിൾ എന്ന് പറയുമ്പോൾ സെമറ്റിക് റിലീജിയൻസിൻ്റെ ഒക്കെ ഒരു പാതയിൽ വരുന്ന ഒന്നെന്നാണ് ഉദ്ദേശിക്കുന്നത്. സൗത്ത് ഈസ്റ്റേൺ മെസപ്പൊട്ടാമിയയുടെ സൗത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതായത് യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദിയുടെ ലെഫ്റ്റ് തീരങ്ങളിലാണ് ഇവർ വരുന്നത്. അറാമിക് എന്ന് പറഞ്ഞ ലാംഗ്വേജിന് സമാന്തരമായിട്ടുള്ളൊരു ഭാഷയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്, ലാംഗ്വേജാണ് ഉപയോഗിച്ചിരുന്നത്. ദെൻ അസീറിയൻസ് ആണ് ഷാൽഡിയൻസിനെ കോൺഗോർ ചെയ്യുന്നത്. അസീറിയൻസ് കോൺഗോർഡ് ഷാൽഡിയൻസ് ഇൻ 852 BCE. ഇതിൻ്റെ ക്യാപിറ്റൽ, അതായത് ഈ അസീറിയൻസ് ഷാൽഡിയൻസിനെ കോൺഗോർ ചെയ്തുകൊണ്ട് പുതിയ ക്യാപിറ്റലൊക്കെ കൊണ്ടുവരുന്നു. ഒരു നിയോ അസീറിയൻ എംപയർ നിനവെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നു. പിന്നീട് ഈ നിനവേനെ ഷാൽഡിയൻസ് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, നിനവേനെ ഷാൽഡിയൻസ് ഇല്ലാതാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഷാൽഡിയൻസിനെ കുറിച്ച് മെയിൻ പോയിന്റ്സ്. ഇത് വെച്ചിട്ട് നമ്മൾ രസം എഴുതും. ദെൻ 34th ക്വസ്റ്റ്യൻ സൊറസ്ട്രൈനിസം. എന്താണ് സൊറസ്ട്രൈനിസം? സൊറസ്ട്രൈനിസം എന്നൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് എന്തൊക്കെ എഴുതാം? ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് ഓൾഡസ്റ്റ് റിലീജിയൻ. ലോകത്ത് തന്നെ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നൊരു റിലീജിയനാണ് സൊറസ്ട്രൈനിസം എന്ന് പറയുന്നത്. ഇറാനിയൻ പ്രൊഫറ്റ് ആയിട്ടുള്ള, ഇറാൻ മെസപ്പൊട്ടാമിയയിലാണ്, ഇതിൽ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇന്നത്തെ ഇറാനിലാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സൊറാസ്റ്റർ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ദൈവവും ഈവിളും, ഗുഡ് ആൻഡ് ഈവിൾ, ദൈവമല്ല ഗുഡ് ആൻഡ് ഈവിൾ, നല്ലതും ചീത്തയും നമ്മളൊരു കോമ്പിനേഷനാണ് ഈ ഒരു മതത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്.
2nd ബില്യനിയം BC-യിലാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ടെക്സ്റ്റുകൾ ഒന്നാണ് ഗാഥാസ് എന്ന് പറയുന്നത്. ഗാഥാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരാസ്റ്റർ നേരിട്ട് എഴുതിയിട്ടുള്ള ബുക്സാണ് ഗാഥാസ്. സീക്രഡ് ആയിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള കുറേ വചനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട ഡെയിറ്റി എന്ന് പറയുന്നത് അഹൂര മസ്തിയാണ്. അഹൂര മസ്തിയാണ് പ്രധാന ആരാധനാ കേന്ദ്രം. തുടക്കവും അവസാനവും എല്ലാം പറയുന്നുണ്ട് ഈ അഹൂര മസ്തനെ കുറിച്ചിട്ട്. എല്ലാത്തിൻ്റെയും ക്രിയേറ്റർ ആയിട്ടാണ് അഹൂര മസ്തനെ കണക്കാക്കുന്നത്. ഇതാണ് സ്വരസ്ട്രേണിസത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വളരെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് എഴുതാനുണ്ട് ഇതിനെ പറ്റിയിട്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനാണ് ദി പീരീഡ് ഓഫ് ദി വാറിംഗ് സ്റ്റേറ്റ്സ്. അപ്പോൾ പീരീഡ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വാറിംഗ് സ്റ്റേറ്റ്സിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഏറ്റവും അധികാരം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ നടന്നിട്ടുള്ളൊരു സ്ട്രഗിളാണ്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റേറ്റുകൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു യുദ്ധത്തിനെയാണ് ദ പീരീഡ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ചൈനീസ് സ്റ്റേറ്റ്സ് തമ്മിലുണ്ടായ യുദ്ധത്തിനെയാണ് പറയുന്നത്. സ്ട്രഗിൾ ഫോർ സുപ്രമസി, ഉന്നത അധികാരത്തിന് വേണ്ടി നടന്നിട്ടുള്ള യുദ്ധമാണ്. 250 വർഷത്തോളം ഈ യുദ്ധം നീണ്ടു നിന്നു എന്നതാണ് പ്രത്യേകത. ഇത് വിവിധങ്ങളായിട്ടുള്ള അയൺ ടൂൾസ്, ഇരുമ്പ് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ് ഷെഡ് റെവല്യൂഷനാണ്, രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു ദ പീരീഡ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് നാൾ 250 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിൻ്റെ അവസാനം ചിൻ വംശത്തിന്, ചിൻ ഡൈനസ്റ്റിക്ക് അധികാരം കിട്ടുകയും അവർ സുപ്രീമസിയിലേക്ക് വരികയും ചെയ്യുന്നു. അവരൊരു സെൻട്രലൈസ്ഡ് ഗവൺമെൻറ്, ചൈനീസ് സ്റ്റേറ്റ്സിനെല്ലാം കൂട്ടിക്കൊണ്ടൊരു സെൻട്രലൈസ്ഡ് ഗവൺമെൻറ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ പോവുക, നോക്കുക, പഠിക്കുക. ഓക്കെ, ഇതാണ് പീരീഡ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 36ാമത്തെ ക്വസ്റ്റ്യനാണ് ദ ടോൾടെക് സിവിലൈസേഷൻ. അത് ടോൾടെക് സിവിലൈസേഷൻ സബ് ഹെഡിങ് കൊടുത്തിട്ട് എന്താണ് ടോൾടെക് സിവിലൈസേഷൻ? മെക്സിക്കോയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സെൻട്രൽ മെക്സിക്കോയിലുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു ടോൾടെക് സിവിലൈസേഷൻ. 10th to 12th സെഞ്ച്വറി AC കാലഘട്ടത്തിലാണ് ഈ ഒരു സിവിലൈസേഷൻ്റെ ഒരു പ്രധാന സമയം എന്ന് പറയുന്നത്. മീസോ അമേരിക്കൻ കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഈ ടെറിട്ടറി ടോൾടെക് സിവിലൈസേഷൻ പിന്നീട് ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ സിറ്റി ഓഫ് ടോളൻ എന്ന് പറഞ്ഞ സിറ്റി അവരെന്ത് ചെയ്യുന്നുണ്ട്, കൈയടക്കുന്നുണ്ട്. ഒരു സിവിൽ വാർ വന്നിട്ട് അത് കൈയടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് ഈ ടോൾടെക് സിവിലൈസേഷൻ അവർ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ മെക്സിക്കോയിലുണ്ടായിരുന്ന സിവിലൈസേഷൻ അവർ ഒരുപാട് മീസോ അമേരിക്കൻ കൾച്ചറായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ദെൻ ഈ ടോൾടെക് എന്നുള്ളതിന് പല മീനിങ്സും ഉണ്ട്. ടോൾടെക് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് റീഡ്സ്, റീഡ് എന്ന് പറഞ്ഞൊരു ചെടിയാണ്, അതിൻ്റെ പ്ലേസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ദെൻ മെട്രോപോളിസ് എന്ന അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ടോളൻ എന്ന വേർഡിന് ഒരുപാട് മീനിങ്ങും വരുന്നുണ്ട്. ടോൾടെക് സിവിലൈസേഷൻ്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറും ട്രേഡും, കൃഷിയും ട്രേഡുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായം, അല്ലെങ്കിൽ എക്കണോമി എന്ന് പറയുന്നത്, സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ക്രോപ്സാണ് മെയ്സ്, ബീൻസ്, പിന്നെ ചില്ലി പേപ്പർ, കുരുമുളക്, ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രോപ്സാണ്. അവരുടെ പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ, രണ്ടിൽ കൂടുതൽ ദൈവങ്ങളെ, പോളിതീയസമാണ് അവർ ഫോളോ ചെയ്തിരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ടോൾടെക് സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ദെൻ അടുത്തതാണ് 37ാമത്തെ ചോദ്യം, മായൻ കലണ്ടർ. വാട്ട് ഈസ് മായൻ കലണ്ടർ എന്നാണ് ചോദിക്കുന്നത്. മായൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു കലണ്ടറാണ് മായൻ കലണ്ടർ. 5th സെഞ്ച്വറി BC-യിലാണ് ഈ ഒരു കലണ്ടറിൻ്റെ തുടക്കം വരുന്നത്. ഓൾമക് സിവിലൈസേഷനിലാണ് ഈ ഒരു കലണ്ടർ, അതിൻ്റെ ഒരു മാതൃകയിലാണ് ഈ ഒരു കലണ്ടർ രൂപപ്പെട്ട് വരുന്നത്. ഈ മായൻ സിവിലൈസേഷനിൽ 3 സെപ്പറേറ്റ് കറസ്പോണ്ടിങ് കലണ്ടേഴ്സ് ഉണ്ടായിരിക്കും. ലോങ് കൗണ്ട്, സോൾക്കിൻ, ഹാബ്, മൂന്നെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ് മായൻ കലണ്ടർ എന്ന് പറയുന്നത്. ലോങ് കൗണ്ട്, സോൾക്കിൻ ആൻഡ് ഹാബ് എന്ന് പറയുന്നത്. ഇതിൽ സോൾക്കിൻ എന്ന് പറഞ്ഞാൽ ഡിവൈൻ ആണ്, ഹാബ് എന്ന് പറഞ്ഞാൽ സിവിൽ കലണ്ടറാണ്. ഇതും ഓർത്ത് വയ്ക്കാം. ഈ സോൾക്കിനും ഹാബും, സോൾക്കിൻ ആൻഡ് ഹാബ് എന്ന് പറയുന്നത് ദിവസങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, കൊല്ലങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. സാബ് ആൻഡ് ടോൾക്കിൻ യൂസ് ടു ഐഡൻറ്റിഫൈ ഡേയ്സ്, നോട്ട് ഇയേഴ്സ്, ഇയേഴ്സ് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ല. ഇനി ഇതെങ്ങനെയാണ് എഴുതുക? ഒരു മായൻ കലണ്ടർ വയ്ക്കുമ്പോൾ ഇതിൻ്റെ എഴുത്ത് രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ലോങ് കൗണ്ടിൻ്റെ തീയതി എഴുതും, ദെൻ സോൾക്കിൻ എഴുതും, ദെൻ ഹാബ് എഴുതും. ഇപ്പോൾ ലോങ് കൗണ്ട്, സോൾക്കിൻ, ഹാബ്, അങ്ങനെയാണ് ഇത് എഴുതുക. ആദ്യം ലോങ് കൗണ്ട്, ദെൻ സോൾക്കിൻ, ദെൻ ഹാബ്, അങ്ങനെയാണ് എഴുതുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നതെന്നുള്ളൂ. ദെൻ ഹാബ് എന്ന് പറഞ്ഞാൽ 365 ദിവസമുള്ളൊരു സോളാർ കലണ്ടറാണ്. 18 മന്ത്സും
20 ദിവസവുമാണ് അതിൽ വരുന്നത്. ഇനി സോൽക്കിൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനാണ് സോൽക്കിൻ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഡേ ആണ്, ഒരു ദിവസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് സോൽക്കിൻ എന്ന് പറഞ്ഞാൽ. ഒരു 260 ഡേ കലണ്ടറാണ് സോൽക്കിൻ എന്ന് പറഞ്ഞാൽ. 20 പീരീഡ് ഉണ്ടായിരിക്കും. ഒരു 13 ദിവസത്തിൻ്റെ 20 പീരീഡ്, 20 പീരീഡ് ഓഫ് 13 ഡേയ്സ് ആണ് സോൽക്കിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സൈക്കിളാണ്. ഇത് കൂടിച്ചേരുന്നത് ഈ സോൽക്കിനും ലോങ് കൗണ്ട്, സോൽക്കിൻ, ഹാബ് ഇത് കൂടിച്ചേരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സൽ കലണ്ടറാണ്. ഈ യൂണിവേഴ്സൽ സൈക്കിളാണ്. അതൊന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ളൊരു യൂണിവേഴ്സൽ സൈക്കിളാണ്. ഈ ഒരു കലണ്ടറിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ, ആ യൂണിവേഴ്സൽ സൈക്കിളിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ ലോകം അവസാനിക്കുകയും പിന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുകയും എന്നാണ് മായൻ കലണ്ടറിൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ കലണ്ടർ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ഒരു മിത്തും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. മായൻ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? മെയിൻ പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ട്. ഇത് വെച്ച് ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ദെൻ 38th ക്വസ്റ്റ്യൻ ആണ് സ്ലേവറി ഇൻ റോമിലെ അടിമത്ത വ്യവസ്ഥയെ കുറിച്ചാണ് ചോദിക്കുന്നത്. പ്യൂണിക് യുദ്ധത്തിന് ശേഷം റോമിൽ എന്തുണ്ടാവുകയാണ്? ഒരുപാട് വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരുപാട് സ്വത്തുക്കൾ കുമിഞ്ഞു കൂടിയപ്പോൾ തന്നെ റോമൻസിൻ്റെ ആ ഒരു സ്വത്തിന്മീതെയുള്ള ഒരു ഇൻക്രീസ് കാരണം അവിടെ എന്തുണ്ടാവാൻ തുടങ്ങി? ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി, ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങി, ഒരുപാട് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അതായിരുന്നു റോമിലെ പ്യൂണിക് യുദ്ധത്തിന് ശേഷമുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി റോമിലെ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്യൂണിക് യുദ്ധത്തിന് ശേഷം അവർ പിടിച്ചോണ്ട് വന്ന് തടവറയിലാക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ അടിമകളായിട്ട് പിന്നീട് വരുന്നത്. അങ്ങനെയാണ് റോമിൽ സ്ലേവറിയുടെ തുടക്കം, സ്ലേവറിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ പ്യൂണിക് വാറാണ് സ്ലേവറി ഇൻ റോം അതിൻ്റെ തുടക്കത്തിലേക്ക് വരുന്നത് 73 BC കൂടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് സ്ലേവറിയുടെ തുടക്കം. പിന്നെ സ്ലേവറിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ലേവറി അതിൻ്റെ ഒരു മോശവശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇതിൽ എഴുതണം. സ്ലേവറി കൊണ്ട് അവരെന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്ലേവറിയെ കുറിച്ച് നമ്മൾ പല പല ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ എഴുതണം. ദെൻ സ്പാർട്ടക്കസ് എന്ന് പറഞ്ഞ ഒരു സോക്കോൾഡ് അടിമ, ഈ സ്പാർട്ടക്കസിൻ്റെ നേതൃത്വത്തിൽ 73 BC മുതലാളിമാർക്കെതിരെ അഥവാ സ്ലേവ് മാസ്റ്റേഴ്സിനെതിരെ, ഈ അടിമകളുടെ ഉടമകൾക്കെതിരെ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ സ്പാർട്ടക്കസ് എന്ന് പറഞ്ഞാൽ അടിമകളുടെ ലീഡർ ആയിരുന്നു സ്പാർട്ടക്കസ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്നാണ് യുദ്ധം നടക്കുന്നത്? 73 BC. 1 വേർഡിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ, 73 BC. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം നടക്കുന്ന ഒരു രീതിയും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി റോമിലെ അടിമകൾക്ക് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സ്വാതന്ത്ര്യമില്ല, എല്ലാ അവകാശവും ഉടമയ്ക്ക് മാത്രമായിരിക്കും. ഇനി നമ്മൾ സ്ലേവറി ഇൻ റോമിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം, റോം എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും കാരണമായത് അടിമകളായിരുന്നു. എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലൈഫ് ഓഫ് റോം വാസ് ബിൽട്ട് അപ്പോൺ ദി സ്വെറ്റ് ആൻഡ് ബ്ലഡ് ഓഫ് സ്ലേവ്സ്. അടിമകളുടെ വിയർപ്പും രക്തവും കൊണ്ടാണ് റോം എന്ന് പറഞ്ഞ നഗരം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സ്ലേവ്സിനെ അഗ്രികൾച്ചർ ഫീൽഡിൽ, മൈനിങ്ങിൽ, ഇൻഡസ്ട്രിയിൽ, വർക്ക്ഷോപ്പിൽ, കൺസ്ട്രക്ഷനിൽ വേണ്ട എല്ലാ മേഖലകളിലും ഉപയോഗിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് സൊഫിസിസ്റ്റ്. ആരാണ് സൊഫിസ്റ്റിസ്റ്റ്? 39th ക്വസ്റ്റ്യൻ. സൊഫിസ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ 5th to 4th century BC ഗ്രീക്കിൽ ഉണ്ടായിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പാണ്, ഇൻ്റലക്ച്വൽ റെവല്യൂഷനാണ്, ബുദ്ധിപരമായിട്ടുള്ള ഒരു വിപ്ലവത്തിനെയാണ് സൊഫിസിസ്റ്റ് എന്ന് പറയുന്നത്. വിസ്ഡത്തിൻ്റെ ഒരു ഗ്രൂപ്പ്, ടീച്ചേഴ്സ് ഓഫ് വിസ്ഡത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സാണ് സൊഫിസിസ്റ്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സൊഫിസിസ്റ്റ് എന്ന ആശയത്തിൻ്റെ പ്രധാനി എന്ന് പറയുന്നത് പ്രൊട്ടഗോറസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ്. എല്ലാ സാധനങ്ങളെയും അളക്കുന്നത് മനുഷ്യനിലൂടെയാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഫിലോസഫറാണ് ജോർജിയാസിൻ്റെ തിയറിയാണ് നത്തിങ് എക്സിസ്റ്റ്, ഒന്നും അവശേഷിക്കുന്നില്ല എന്ന തിയറി അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെയാണ് സോഫിസ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് യൂറോപ്പിൽ ലോജിക്ക്, ഗ്രാമർ തുടങ്ങിയവയൊക്കെ കൊണ്ടുവരുന്നത്. ഇവർ സ്ലേവറിക്കെതിരെ പ്രവർത്തിച്ചവരാണ്. മൊറാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയും മൊറാലിറ്റി എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുകയും ചെയ്ത ആൾക്കാരാണ്. നോളജ്, അറിവിന് പ്രാധാന്യം കൊടുത്ത വിഭാഗമാണ് സോഫിസ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ആ ഒരു കാലഘട്ടത്തിൽ 5th to 4th century BC കാലഘട്ടത്തിൽ ഗ്രീസിൽ വന്നിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പാണ് സോഫിസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 40th ക്വസ്റ്റ്യൻ ആണ് അരിസ്റ്റോട്ടിൽ നിന്ന് ഒറ്റ വാക്കുള്ള അരിസ്റ്റോട്ടിൽ. അപ്പോൾ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് വിവരിക്കാനാണ്.
അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ 384 to 322 BC ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പ്ലാറ്റോൻ്റെ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയും പ്ലാറ്റോൻ്റെ ശിഷ്യനായിട്ടും 20 വർഷത്തോളം പ്ലാറ്റോൻ്റെ അക്കാഡമിയിൽ പഠിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. പിന്നീട് അരിസ്റ്റോട്ടിൽ തുടങ്ങിയിട്ടുള്ളൊരു സ്കൂളാണ് ലൈസിയം, LYCEUM, ലൈസിയം എന്ന് പറയുന്ന സ്കൂൾ തുടങ്ങി. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് വാക്കിംഗ് യൂണിവേഴ്സിറ്റി എന്നാണ്, സഞ്ചരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് അദ്ദേഹത്തിന് പറയുമായിരുന്നു. അദ്ദേഹം ആസ്ട്രോണമി, മെഡിസിൻ, മാത്സ്, സൈക്കോളജി, ലോജിക്ക്, പൊളിറ്റിക്സ്, പോയട്രി തുടങ്ങിയ വിഷയങ്ങളൊക്കെയും അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കാണ് എത്തിക്സ് എന്ന് പറയുന്നൊരു വർക്ക്. അദ്ദേഹം ഫിലോസഫിയിൽ, തത്വചിന്തയിൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടൊരു വർക്കാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു വർക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പൊളിറ്റിക്സ് ഒരു പോളിറ്റി എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പോളിറ്റി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഡെമോക്രസി ആൻഡ് അരിസ്റ്റോക്രസി ആയിരിക്കണം എന്നുള്ളത്. അരിസ്റ്റോക്രസിയും ഡെമോക്രസിയും കൂടിച്ചേരുന്നതാണ് അതാണൊരു ശരിയായിട്ടുള്ള പോളിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഡെമോക്രസി മാത്രമല്ല, അരിസ്റ്റോക്രസി മാത്രമല്ല, മൊണാർക്കി മാത്രമല്ല, ഇത് മൂന്ന് മാത്രമായിട്ടൊരു സ്റ്റേറ്റിൽ നിലനിൽക്കാൻ പാടില്ല. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അരിസ്റ്റോക്രസി ആൻഡ് ഡെമോക്രസി. അതാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അരിസ്റ്റോട്ടലിനെ കുറിച്ചുള്ള മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സെക്ഷൻ C അവസാനിക്കുകയാണ്. ഇതിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന 5 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്, മറക്കരുത്. ഒരു ചെറിയ സബ് ഹെഡിങ് എടുത്തിട്ടാണ് ഇതൊക്കെ എഴുതേണ്ടത്. മെയിൻ പോയിന്റ്സിൻ്റെ അടിയിൽ വരയ്ക്കുകയും ചെയ്യണം. അപ്പോൾ അത്രയാണ് സെക്ഷൻ സിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ D, ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ D എന്ന് പറയുന്നത്. 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് എഴുതേണ്ടത്. 2 ചോദ്യങ്ങളുടെ ഉത്തരം 4 മാർക്കിന് 10 മാർക്കാണ് ഒരു ചോദ്യത്തിന്, 10 മാർക്കാണുള്ളത്. അങ്ങനെ 2 ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 5 പുറമായെങ്കിലും എഴുതിയിരിക്കണം. 5 പുറമാണ് ഇതിൻ്റെ കണക്ക്. ഒരു 3 പുറത്തിൽ കൂടുതൽ എന്തായാലും എഴുതണം. 3 പുറത്തിൽ കൂടുതൽ നമ്മൾ എന്തായാലും എഴുതണം. 5 പുറം മാക്സിമം എഴുതണം. അത്ര എഴുതിയാൽ മതി. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ C പറഞ്ഞ പോലെ തന്നെ മെയിൻ ഒരു ഹെഡിങ് കൊടുക്കണം. ഇത് നടുക്കിൽ തന്നെ നമ്മൾ എന്താണോ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ പ്രധാന കാമ്പ് മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അതിന് താഴെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു 3 സെൻറ്റൻസോട് കൂടിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് പാരഗ്രാഫിൽ അടുത്ത പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പോവുക. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെയും പാരഗ്രാഫായിട്ട് തിരിക്കുകയൊക്കെ ചെയ്യാം. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ്, ഏറ്റവും ലാസ്റ്റ് ഒരു 4 വരിയിൽ ഒരു കൺക്ലൂഷൻ പോലത്തെ ഒരു പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, മെയിൻ പാരഗ്രാഫ്, ദെൻ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ്. ഇത്രയും നമുക്കൊരു essay ക്വസ്റ്റ്യന് നിർബന്ധമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വേണമെങ്കിൽ വേറെ സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിൽ വേണമെങ്കിൽ അടുത്തൊരു സബ് ഹെഡിങ് ഒക്കെ എഴുതാറുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും ഒരു essay ക്വസ്റ്റ്യനിൽ. അങ്ങനെ സബ് ഹെഡിങ് കൊടുത്തിട്ടൊക്കെ എഴുതുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യുക. മാർക്ക് സ്കോറിങ് ടെക്നിക്സ് ആണ്. മാർക്ക് സ്കോർ ചെയ്യാനുള്ള പ്രധാന വഴിയാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു മെയിൻ പോയിന്റ്സ് എല്ലാം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്കതിലേക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മളൊരു essay ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കതിലൊരു ഇംപ്രഷൻ അല്ലെങ്കിൽ മാർക്ക് സ്കോറിങ്ങിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ പറഞ്ഞതുപോലെ മെയിൻ പാരഗ്രാഫിൽ എഴുതുമ്പോൾ സമയത്ത് നിങ്ങൾ ടു ദ പോയിന്റ് മാത്രം എഴുതുക. അതും ടു ദ പോയിന്റ് എഴുതുമ്പോൾ essay ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ അത് ഇംപ്രസീവ് ആയിരിക്കണം. നമ്മൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് അതിൽ എഴുതാൻ പോകുന്നത്, അല്ല തോന്നുന്ന കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ തുടക്കമാണ് എഴുതാൻ പോകുന്നത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ആ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൻ്റെ കണ്ടിന്യൂഷനാണ്. നിങ്ങൾ എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ചെറിയ രൂപമാണ് ഇൻട്രൊഡക്ഷന് കൊടുത്തത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന കാര്യത്തിനെ കുറിച്ച് വിവരമുണ്ടെന്ന് ആ നോക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ദെൻ അതിൻ്റെ മെയിൻ പാരഗ്രാഫിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് എഴുതുന്ന ഒരു പേജ് ഉണ്ടല്ലോ, ഫസ്റ്റ് എഴുതുന്ന ഒരു പേജ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി കണ്ടൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ചോദ്യത്തിൻ്റെ റെലവൻറ്റ് പോയിൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അപ്പോൾ അത് ആദ്യത്തെ 2 പേജിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അധ്യാപകൻ വായിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു പേജ് സെക്കൻഡ് പേജ് വായിച്ച് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവണം നമുക്ക് ഇതിന് ആൻസർ അറിയാമെന്ന്. ആ രീതിയിലായിരിക്കണം ആൻസർ എഴുതേണ്ടത്. ദെൻ പിന്നെ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് 5 പേജിക്ക് എത്തുന്നില്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതും.
അത് ഇതിനായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല. ഈ ഒരു ചോദ്യത്തിനായിട്ട് ചിലപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ കൂടെ എഴുതി ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതും ഒക്കെ എഴുതാം. അപ്പോൾ അതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യിക്കാൻ നോക്കുക. കൺക്ലൂഷനും അതുപോലെ തന്നെ ലാസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ ഓക്കെ നല്ല കൺക്ലൂഷനാണ്, അങ്ങനെ ഒരു ഇംപ്രഷൻ ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? ആ രീതി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. മെയിൻ പോയിന്റ്സിൻ്റെ അടിയിലും ഇവിടെ വരച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ മെയിൻ പോയിന്റ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് നോക്കി വിലയിരുത്താനും സാധിക്കും. അപ്പോൾ അതാണുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ ഡി ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ ഡിയിൽ ഫസ്റ്റ് 49ാമത്തെ ചോദ്യം 41 ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ. ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ കൾച്ചർ. അപ്പോൾ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ എന്നൊരു മെയിൻ ഹെഡിങ് കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്? ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം എഴുതണം. അതായത് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ വളരെ മികച്ച രീതിയിൽ ആർക്കിടെക്ചർ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അവിടെ പല രീതിയിലുള്ള ടെക്നിക്സുകളും ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരമിഡ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഇന്നും മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് നിലനിൽക്കുന്ന പിരമിഡ് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയ സംഭാവനകൾ ഒന്നാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്, രീതി, അതൊക്കെ വളരെ ഇമ്പ്രസീവാണ്. അങ്ങനെ തുടങ്ങിയൊരു ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ എന്നൊരു പോയിന്റിലേക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നമ്മൾ ഒരു ഹെഡിങ് കൊടുത്ത് തന്നെ തുടങ്ങാം. ഫീച്ചേഴ്സ് ഓഫ് കൺസ്ട്രക്ഷൻ, അതാണ് നമ്മൾ അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ട് എഴുതുന്നു. എന്തൊക്കെയാണ്? സൂര്യ വെളിച്ചത്തിൽ ബ്രിക്ക് ചെയ്തിട്ടുള്ള സൺ മെയ്ഡ് ബ്രിക്കഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചിരുന്നു. ലൈം സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റോണാണ് ഉപയോഗിക്കുന്നത്. ചുണ്ണാമ്പ് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്താണ്? ടെമ്പിൾസ്, ടോംസ് ഒക്കെ ആൻഷ്യന്റ് ആർക്കിടെക്ചറിൽ പെടുന്നതാണ്. ദെൻ അവിടുത്തെ പ്രധാനപ്പെട്ട കോട്ടകൾ, ടൗൺസ്, ഇതിനൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പോയിന്റ്സ് നമുക്കിതിൽ എഴുതാൻ സാധിക്കും. ഫീച്ചേഴ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ആദ്യം ഇതിലെ ഹെഡിങ്ങിൽ എഴുതാൻ പോകുന്നത്. അവിടുത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ആ ടെക്സ്റ്റിലേക്ക് വേഗം തിരിച്ചു പോവുക, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അത് നോക്കുക. ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പ്രത്യേകം തന്നെ എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ പോയി നോക്കിയിട്ട് വരിക. അപ്പോൾ അതാണ് ഫീച്ചേഴ്സ് ഓഫ് കൺസ്ട്രക്ഷനിൽ ആദ്യം വരേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ട ടോപ്പിക്കാണ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് പിരമിഡിനെ കുറിച്ചൊരു ഹെഡിങ് കൊടുത്തിട്ട് പിരമിഡ് കൺസ്ട്രക്ഷനെ കുറിച്ചാണ് എഴുതേണ്ടത്. പിരമിഡ് കൺസ്ട്രക്ഷൻ നിർബന്ധമായിട്ടും ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ ചോദിക്കുകയാണെങ്കിൽ, ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ് പിരമിഡ്. മറന്നു പോകരുത്. അതിലത് ലോക അത്ഭുതങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടൊക്കെ എഴുതണം. പിന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തത്? ഫറവോമാരുടെ ഉയർന്ന ആളുകളുടെയൊക്കെ ശവകുടീരമായിരുന്നു ഇതെന്നറിയാം. അത് കണ്ടെത്തിയ വർഷം, കാര്യങ്ങൾ, അത് നൈലിൻ്റെ വെസ്റ്റേൺ ബാങ്ക്സിൻ്റെ തീരങ്ങളിലാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അത് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ, മെഷർമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക. ഏറ്റവും വലിയ പിരമിഡിനെ കുറിച്ച് ഫറവോൻ്റെയൊക്കെ ഏറ്റവും വലിയ പിരമിഡിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതണം. ദെൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പിരമിഡിനെ കുറിച്ച് എഴുതാണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ, ഈജിപ്ഷ്യൻ ടെമ്പിൾസും ഇതിൽ പെടുന്ന ഇതാണ്. അതിൽ തന്നെ കർണാക് ടെമ്പിൾ കോംപ്ലക്സ് 1550 to 323 BC കർണാക് ടെമ്പിളും പിന്നെ ലക്സാർ ടെമ്പിളും 1400 to 1200 BC, ഈ രണ്ട് ടെമ്പിൾസിനെ കുറിച്ചും ഈ ടെമ്പിൾ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തിൽ എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ വരേണ്ടത്, ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിൽ വരേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്റർ മൊത്തത്തിൽ എഴുതുക എന്നേ ഉള്ളൂ. അത് തന്നെയാണ് അതിൽ വരേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപാട് സമയം നമുക്ക് പോകും. അതിനും വേറെ നിങ്ങൾ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ എന്ന ഭാഗങ്ങളിലേക്ക് വേഗം പോയിട്ട് ആ ക്ലാസ് മൊത്തത്തിൽ കേൾക്കുക. ആ ക്ലാസ്സിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇവിടെ എസ്സേയിൽ വരേണ്ട ആൻസർ ആയിരുന്നു. ദെൻ അടുത്തത് ഷാങ് കൾച്ചർ. ഷാങ് കൾച്ചർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. വാട്ട് ഈസ് ഷാങ് കൾച്ചർ എന്ന് പറയുന്നത്? ഷാങ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചറാണ്, ഒരു റൂളിംഗ് ഡൈനസ്റ്റിയാണ് ഷാങ് കൾച്ചർ. സിയ ഡൈനാസ്റ്റിക്ക് ശേഷം അധികാരത്തിലേക്ക് വന്ന ഒരു കൾച്ചറാണ്, ഒരു അധികാരമാണ് ഷാങ് വംശം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ യൂണിറ്റ്, ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിരുന്നു. ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആദ്യത്തെ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡൈനസ്റ്റി, ചൈനയുടെ ആദ്യത്തെ ചരിത്രപരമായിട്ടുള്ള ഒരു റൂളിംഗ്
വംശം എന്ന് പറയുന്നത് ഷാങ് വംശമാണ് എന്ന് തുടങ്ങിയാണ് അവിടുത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഷാങ് കൾച്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് വരേണ്ടത്. ഇനി അതിൻ്റെ ഉള്ളിൽ വരേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഷാങ് കൾച്ചറിൻ്റെ ഒരു എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ, ബ്രോൺസ് മെറ്റലർജി ഉണ്ടായിരുന്നു, സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു സിസ്റ്റം ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരാണ് വികസിപ്പിച്ചെടുക്കുന്നത്. ദെൻ അരിസ്റ്റോക്രസി, ക്രാഫ്റ്റ്മാൻ, ഫാർമേഴ്സ് ഇവരെല്ലാം കൂടുന്നതായിരുന്നു അവിടുത്തെ സൊസൈറ്റി. തുടങ്ങുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ സോഷ്യൽ ക്ലാസ്സസിനെ കുറിച്ച് എഴുതണം. ഒരു മോണോഗമി എന്ന് പറയുന്ന സിസ്റ്റമാണ് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു സോഷ്യൽ കൾച്ചറിനെ കുറിച്ചെല്ലാം ഒരു വലിയ പാരഗ്രാഫ് എഴുതി പോകണം. ദെൻ റിലീജിയൻ അവിടെ ഒറാക്കിൾ ബോൺ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ റിലീജിയൻ എഴുതുക, റിലീജിയൻസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ എഴുതുക. ദെൻ ഒറാക്കിൾ ബോൺ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അതിൽ എഴുതുക. അത് നിർബന്ധമായിട്ടും അടിയിൽ വരച്ച് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യിപ്പിക്കണം. എന്താണ് ഒറാക്കിൾ ബോൺ വർഷിപ്പ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക, വേഗം പോയി നോക്കുക. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് ഒറാക്കിൾ ബോൺ എന്നൊക്കെ ഉള്ളത്. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കി അറിയാൻ പറ്റുന്നതുകൊണ്ട് എന്തുമാത്രം പഠിച്ചു കഴിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു റിവിഷൻ കൂടെ ആയിട്ട് കണക്കാക്കുക. ഒറാക്കിൾ ബോൺസ് അതിനെക്കുറിച്ച് എഴുതണം. ദെൻ പിന്നെ അവിടുത്തെ ഷാങ് കൾച്ചറിൻ്റെ എക്കോണമി എന്താണെന്ന് എഴുതുക. ദെൻ അവർ ഏറ്റവും പ്രധാനം കൊടുത്തുള്ള സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, ഈ ഹൈറോഗ്ലിഫിക് ക്യൂണിഫോം അവിടുത്തെ രണ്ടുമല്ല, അവിടുത്തെ എന്താ പറയുക ഒറാക്കിൾ ബോൺസിൻ്റെ മീതുള്ള അവരുടെ റൈറ്റിംഗ്, അവർ ഈ ഒറാക്കിൾ ബോൺസിൻ്റെ മീതാണ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു സിസ്റ്റം ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ചും എഴുതുക. ഇത്രയാണ് ഒരു മെയിൻ ടോപ്പിക്കിലായിട്ട് വരേണ്ട കാര്യങ്ങൾ. ദെൻ ലാസ്റ്റ് വരേണ്ടതാണ് ഡിക്ലൈൻ ഓഫ് ഷാങ് ഡൈനസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ്സ് ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഷാങ് ഡൈനസ്റ്റി വന്നത്, ചൗ എന്ന് പറയുന്ന മറ്റൊരു വംശത്തിൻ്റെ ആക്രമണം വരുന്നു, അങ്ങനെയാണ് ഈ ഒരു വംശം അവസാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതുക. കൺക്ലൂഷനിൽ പറ്റിയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒന്നുകൂടെ ചെറുതായിട്ട് എഴുതാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഷാങ് കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീക്ക് ഫിലോസഫീനെ കുറിച്ചാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ഗ്രീക്ക് ഫിലോസഫി? ഗ്രീക്ക് ഫിലോസഫി, ഗ്രീസിലെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ, അതിന് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീസ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിന്നിട്ടുള്ള മികച്ച ആശയങ്ങൾ വന്നിട്ടുള്ളൊരു ഫിലോസഫിയാണ് ഗ്രീസ് എന്ന് പറയുന്നത്. ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഗ്രീക്ക് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശയങ്ങൾ അവരുടെ ഫിലോസഫിയിലും കാണാൻ സാധിക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട ആശയങ്ങളൊന്നായിരുന്നു സോഫിസിസ്റ്റ് ആശയം. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് സ്കോളേഴ്സ്, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ തുടങ്ങിയ ഒരുപാട് ഫിലോസഫേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ട് ദെൻ ഗ്രീക്ക് ഫിലോസഫിയിൽ സോഫിസിസ്റ്റ് എന്നൊരു ഹെഡിങ് കൊടുത്തുകൊണ്ട് എന്താണ് സോഫിസിസ്റ്റ് എന്നതിനെ കുറിച്ച് എഴുതുക. ഇൻ്റലക്ച്വൽ എവല്യൂഷൻ നടന്നതിനെ പറ്റി എഴുതുക. അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, എല്ലാത്തിൻ്റെയും മെഷർ എന്ന് പറയുന്നത് മനുഷ്യനാണ്. ദ മാൻ ഇസ് ദ മെഷർ ഓഫ് ഓൾ ലിവിങ് തിങ്സ്. അത് എഴുതിയിട്ട് അതിൻ്റെ അടിയിലൊന്ന് വരച്ചിടുക. പിന്നെ പ്രോട്ടോഗോറസ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട 6, അതിൻ്റെ അടിയിലൊന്ന് വരച്ചിടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ജിയോർജിയസ് അതിൻ്റെ പ്രധാനപ്പെട്ട അടുത്തൊരു ചിന്തകനാണ്, അവിടെയൊന്നും നമ്മൾ ഒരു പ്രധാനപ്പെട്ട കോട്ട് നൽകുക. പിന്നെ എന്തെങ്കിലും കോട്ട് പറയുകയാണ്, ഇപ്പോൾ മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ് എന്ന് പറയുന്നത് അടിയിൽ വരച്ചിടുക മാത്രമല്ല ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് അതിനെ എഴുതാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോഴേക്കാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ദെൻ അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്തകരാണ്. സോക്രട്ടീസിനെ കുറിച്ച് എഴുതണം, പ്ലാറ്റോനെ കുറിച്ച് എഴുതണം, അരിസ്റ്റോട്ടലിനെ കുറിച്ച് എഴുതണം. ഇത്രയും ആൾക്കാരെ കുറിച്ച് എഴുതുക. ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട വർക്ക്സ് എഴുതണം. അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം എഴുതി അടിയിൽ വരച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നിറഞ്ഞതാണ്, ഇവരുടെ എല്ലാവരും കൂടിയുള്ള കോൺട്രിബ്യൂഷനാണ് ഗ്രീക്ക് ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് വേണത് അവസാനിപ്പിക്കാനും. ഓക്കെ, ഇത്രയാണ് ഗ്രീക്ക് ഫിലോസഫിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ. റോമൻ എംപയറിൻ്റെ തകർച്ചയെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. റോമൻ എംപയറിൻ്റെ തകർച്ച എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം എന്താണ് എഴുതേണ്ടത്, റോമൻ എംപയറിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നൽകേണ്ടി വരും അല്ലേ. ചെറുതായിട്ടും ഒന്നും എല്ലാം കൂടെ വാരി വലിച്ച് എഴുതരുത്. റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് സിവിലൈസേഷൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരു ഉയർന്ന സിവിലൈസേഷനായിട്ട് വന്നത് റോമൻ സിവിലൈസേഷൻ ആയിരുന്നു. അതിൻ്റെ ആ പെർട്ടിക്കുലർ ഇയറും കാലഘട്ടങ്ങളൊക്കെ എഴുതുക. അതിനുശേഷം ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു റെലവൻറ്റ് പോയിന്റ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ എന്ന് ചോദിക്കുമ്പോൾ റോമൻ എംപയറിൻ്റെ എല്ലാ ചരിത്രവും നിങ്ങൾ എഴുതാൻ നിൽക്കരുത്. കാരണം അങ്ങനെ എഴുതാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം അറിയില്ല എന്ന് തന്നെ അവർ വിലയിരുത്തും.
അപ്പോൾ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ എന്ന് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനിൽ ഒരു 2-3 വരികളിൽ റോമൻ എംപയറിൻ്റെ ഒരു പെർട്ടിക്കുലർ കാലഘട്ടവും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ ദെൻ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയറിലേക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് വരണം. ഈ ഉത്തരം എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുൻപുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അതിനുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഓരോ റൂളേഴ്സിൻ്റെ പോരായ്മകൾ, ഇപ്പം നീറോ തുടങ്ങിയ റൂളേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ മുൻപുണ്ടായിരുന്നവരുടെ പോരായ്മകൾ എഴുതി പോകുമ്പോൾ ആ ഒരു സെക്ഷൻ എഴുതിയിട്ട് നിങ്ങളുടെ ആൻസറിൻ്റെ വലിപ്പം കൂട്ടാൻ സാധിക്കും. പക്ഷേ എന്തായിരിക്കണം, നമ്മൾ ആ ചോദ്യത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യരുത്. ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ആ ഒരു റോമൻ ഹിസ്റ്ററി മൊത്തം എഴുതി വയ്ക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇപ്പോൾ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയറിൽ അവിടെ ഒരു സിവിൽ വാർ ഉണ്ടായതിനെ പറ്റി, റോമൻ കിങ്സ് തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ, പല കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതെങ്ങനെ റോമിനെ നെഗറ്റീവായി ബാധിച്ചു എന്ന് എഴുതണം. ഡിക്ലൈന് സമാന്തരമായ രീതിയിൽ എങ്ങനെ ബാധിച്ചു എന്ന് എഴുതണം. പിന്നെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ എഴുതണം. ബാറ്റിൽ ഓഫ് അഡ്രിനാപോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ട്രേഡിൽ ഉണ്ടായ ഡിക്ലൈനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോകണം. ദെൻ എംപയർ രണ്ടായിട്ട് ഡിക്ലൈൻ രണ്ടാവുന്നുണ്ട് അല്ലേ. വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറായിട്ട് രണ്ടായിട്ട് തരംതിരിയുന്നുണ്ട്. അത് പ്രധാനമായിട്ട് ഇതിനെ ബാധിച്ചു എന്നുള്ളത് എഴുതണം. ദെൻ രാജാക്കന്മാർക്ക് ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വീഴ്ചകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി പോകണം. അപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങൾ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയറിൽ എഴുതാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് വേണം ഡിക്ലൈൻ ഓഫ് റോമൻ എംപയറിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊത്തം ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു തരിക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് മെയിനായിട്ട് എഴുതി പോകേണ്ടത്, അതിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞു തരുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടി ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് എടുത്തു വെച്ച ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ വേഗം പോവുക, ആ ക്ലാസ്സുകൾ നോക്കുക, ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പഠിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എസ്സേ ക്വസ്റ്റ്യൻ എഴുതേണ്ട രീതിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, എങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ 4 സെക്ഷനും എങ്ങനെയാണെന്നും അതെങ്ങനെയൊക്കെ എഴുതണമെന്നും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ ക്ലാസ്സുകളായിട്ട് നിങ്ങൾ കാണുക. ഓരോ ക്ലാസ്സുകളിലെയും നിങ്ങൾക്ക് തോന്നുന്ന 1 വേർഡ് പോയിൻറ്റ്സ്, 1 വേർഡ് ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. ഈ 1 വേർഡ് ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു എസ്സേക്കുള്ള സാധനങ്ങൾ കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ എന്നുള്ള ആശയത്തിൽ നിങ്ങൾ പോയിൻറ്റ്സ് എഴുതി വെക്കുകയാണ്. ക്ലാസ് കേൾക്കുന്ന സമയത്ത്, എല്ലാത്തിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലാസ് കേൾക്കുന്ന സമയത്ത് അതൊരു 1 വേർഡിൻ്റെ പോയിൻ്റാണ്, അങ്ങനെ എഴുതി വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എസ്സേ എന്ന് പറയുമ്പോൾ അതിൽ നോക്കിയാൽ മതി, മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്കൊരു പിന്നെ നമ്മൾ എഴുതുകയാണ്, നമ്മുടെ എഴുതുക എന്നുള്ളൊരു കഴിവ് അങ്ങനെ പിന്നെ എസ്സേയിലേക്ക് എടുത്താൽ മതി. അപ്പോൾ അങ്ങനൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ, സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ എസ്സേ ഒക്കെ സുഖമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു എങ്ങനെയൊക്കെയാണ് രീതികൾ ഫോളോ ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് സെറ്റ് 2ൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് ഇനി ഒരു വേറെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.